പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം, ഭയം നിങ്ങളെ തളർത്തുമ്പോൾ. നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യും? ഭയം നമ്മളെ പരിഭ്രാന്തരാക്കുമ്പോൾ നാം എങ്ങനെ പ്രാർത്ഥിക്കണം? ഇന്ന് നാം ഉദാഹരണമായി എടുക്കുന്നത് വിശുദ്ധ പത്രോസ്ലീഹായെയാണ്. നമുക്കറിയാം, വിശുദ്ധ പത്രോസ്ലീഹ വെള്ളത്തിന് മുകളിലൂടെ നടന്ന സംഭവം. ഈശോയുടെ അനുവാദം ചോദിച്ച് ഈശോ അനുവാദം കൊടുത്ത് വിശുദ്ധ പത്രോസ്ലീഹ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ പരിഭ്രാന്തനായി ഭയപ്പെട്ട് മുങ്ങിത്താഴ്ന്നു പോകുന്ന അനുഭവം ഉണ്ടാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 30 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കൊണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ രക്ഷിക്കണമേ. ഈ ഒരു സംഭവത്തിൽ നമുക്കറിയാം, വിശുദ്ധ പത്രോസ്ലീഹ ഈശോയുടെ അനുവാദം ചോദിച്ചിട്ടാണ് വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നത്. ഈശോ അനുവാദം കൊടുത്തു. എന്നാൽ ഇത് നടക്കുന്ന സമയത്ത് കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടപ്പോൾ, ഒരു പ്രതികൂല സാഹചര്യം വരുന്നത് കണ്ടപ്പോൾ പത്രോസ്ലീഹ ഭയന്നു, മുങ്ങിത്താഴാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളും ഇങ്ങനെ ഒരു കൊടുങ്കാറ്റിൻ്റെ നടുവിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ചില കാര്യങ്ങളിൽ ഈശോയുടെ അനുവാദം ചോദിച്ച് പ്രാർത്ഥിച്ച് എടുത്ത തീരുമാനങ്ങൾ, തുടങ്ങിയ സംരംഭങ്ങൾ, ചില ബിസിനസ്സുകൾ, ജോലി, ബന്ധങ്ങൾ, പഠനങ്ങൾ, എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചിച്ച് തുടങ്ങിയ ചില സംരംഭങ്ങൾ അതിനെ പാതി വഴിക്ക് എത്തുമ്പോൾ, ചില തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴോ, ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴോ പെട്ടെന്നുണ്ടാകുന്ന ഭയത്താൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അത് പാതി വഴിക്ക് ഇട്ടിട്ട് പോകാനുള്ള ഒരു പ്രേരണ, ഒരു പ്രലോഭനം നമ്മളിൽ പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ ചില എതിർ ചിന്തകൾ വന്നു തുടങ്ങും. ഇത് ഒരു പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ലായിരിക്കും, ഞാനിതിൽ പരാജയപ്പെട്ടാലോ, മറ്റുള്ളവർ എന്തു പറയും, ഇങ്ങനെ നിരവധി എതിർ ചിന്തകൾ വന്ന് നമ്മളത് പാതി വഴിക്ക് ഇട്ടിട്ട് പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. നമുക്ക് ഭയമുണ്ടാകുമ്പോൾ, മുങ്ങിത്താഴ്ന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മളെ ഉയർത്തിയ, നമ്മളെ നടത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറക്കെ നിലവിളിക്കുക. പത്രോസ്ലീഹായെ പോലെ, കർത്താവേ രക്ഷിക്കണമേ. നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഈ നിലവിളി കേട്ട് ദൈവം തൻ്റെ സഹായ ഹസ്തം നീട്ടുകയും നമ്മളെ പിടിച്ചുയർത്തുകയും നിൽക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഭയം നമ്മുടെ ഹൃദയത്തിൽ വേരുറച്ചാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ട്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് നാം പരാജയത്തിലേക്ക് നടന്നു പോവുകയായിരിക്കും ചെയ്യുന്നത്. മുങ്ങിത്താഴ്ന്നു പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആകയാൽ എൻ്റെ ഈശോയെ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഭയത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും വചനത്താൽ ദൂരീകരിക്കാൻ നാം പഠിക്കണം. ഈശോ നമ്മളോട് പലപ്പോഴും ബൈബിളിലൂടെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. ബൈബിളിലുടനീളം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം നമ്മളെ ഏൽപ്പിച്ച് നാം തുടങ്ങിയ കാര്യങ്ങൾ ഭയം കൊണ്ട് അവസാനിപ്പിക്കാതിരിക്കട്ടെ. കാരണം ഭയം നമ്മളെ പരിഭ്രാന്തരാക്കും. നമ്മുടെ കാഴ്ച മങ്ങിപ്പോകും, കാഴ്ചപ്പാടുകൾക്ക് വ്യക്തതയില്ലാതാവും. അങ്ങനെ നാം പരാജയ ഭീതിയിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പ്രത്യാശയില്ലാത്തവരെ പോലെ നിലം പതിക്കും. ഈ ഭയമാകുന്ന ദുഷ്ടാരൂപിയെ ഈശോയുടെ നാമത്താൽ, ഈശോയുടെ വാഗ്ദാനങ്ങളാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദൂരീകരിച്ച് വിശ്വാസത്താൽ പടുത്തുയർത്തപ്പെട്ടവരായി മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. മുങ്ങിത്താഴ്ന്നു പോകുന്ന അനുഭവത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ഉറക്കെ നിലവിളിക്കുക, വിശ്വാസത്തോടെ നിലവിളിക്കുക. പത്രോസ്ലീഹായെ ഉയർത്തിയ ദൈവം നമ്മളെയും ഉയർത്തും. കർത്താവെ രക്ഷിക്കണമേ. ചിലപ്പോൾ നിങ്ങളുടെ പഠന മേഖല നന്നായി പോകുന്നുണ്ടാവില്ല, ബിസിനസ്സിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ധാരാളം ബുദ്ധിമുട്ടുണ്ടാവാം. ഏത് മേഖലയും ആയിക്കൊള്ളട്ടെ, ഈ അവസ്ഥയിൽ, ഈ മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ, ഈ ഭയാനകമായ അവസ്ഥയിൽ നിലവിളിക്കുക, കർത്താവെ രക്ഷിക്കണമേ. കർത്താവ് ഉറപ്പായും നമ്മുടെ കരം പിടിച്ച് ഉയർത്തും. വിശ്വാസത്തോടെ വിളിക്കണം, പ്രത്യാശയോടെ വിളിക്കണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിളിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരമരുളും. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയട്ടെ. പരാജയത്തിൻ്റെ എല്ലാ ഭീതികളും, പരാജയത്തിൻ്റെ എല്ലാ ഭയങ്ങളും, എല്ലാ ദുഷ്ടാരൂപികളും എതിർചിന്തകളും യേശുവിൻ്റെ ശക്തിയേറിയ നാമത്താൽ നമ്മളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഇതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭയം എന്ന ദുഷ്ടാരൂപി നമ്മളെ വിട്ടുപോകാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നിറയെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, വചനശക്തിയാൽ നിറയ്ക്കട്ടെ. ആമേൻ.